ഏത് ചോദ്യം, ഏത് സയൻസോ ഹിന്ദിയോ മറ്റതോ ഏതാണെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അപ്പം പറയുവൻ സ്കൂളിൽ വെച്ചിട്ട്. ഇവൻ കാരണം കൊണ്ട് അടി എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ഇവൻ പറയും, ഈ ഗണപതിക്ക് പഠിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ? അവൻ്റെ അപ്പം വേറെ, അത് മാഷ്ക്കറിയില്ല. മനസ്സിലായോ? മോനെ പഠിച്ചോ, ജയിച്ചോ, ഫസ്റ്റ് ക്ലാസ് മേടിച്ചോ, നീ ഡോക്ടറായിക്കോ എൻജിനീയറായിക്കോ, പക്ഷേ ആദ്യം എഴുന്നേറ്റ് ഉത്തരം പറഞ്ഞാൽ വീട്ടിച്ചിട്ട് ഇതിൻ്റെ പണി ഞാൻ കഴിക്കും എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് പോയട്രി എടുത്ത വഴിക്ക് പഠിക്കുന്നത്, എഴുതിയ ആൾക്ക് ഒരു ഓർമ്മ കിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, വള്ളത്തോൾ വരെ അയാളുടെ പദ്യ കല്ലോല എല്ലാം കളിക്കുന്ന കണ്ടു കമലമണി നിറമുടയ കമലകമന്ത്, അത് അയാളോട് ചോദിച്ചാൽ ആൾക്കറിയില്ല. എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു, ഈ ലെതർ ഗുഡ്സ്. ഇപ്പോൾ ഡൽഹി, ആഗ്ര, കാൺപൂർ, ബോംബെ ഇവിടെയൊക്കെ പോയിട്ട് സാധനങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ബോംബെയിൽ നിന്നും അബ്ദുൾ റഹിമാൻ സ്ട്രീറ്റ്, സുധാർ ചാൽ അങ്ങനെ വരും. അവിടെ നിന്നൊക്കെയാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ഇതിന് ബില്ലൊന്നുമില്ല. ബില്ലൊക്കെ ആയിട്ട് നമ്മളിത് വിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ 10 പൈസ കിട്ടില്ല. ഇതൊന്നും വലിയ കള്ളത്തരമൊന്നുമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞ ശേഷം വലിയ വലിയ കെട്ടുകളായിട്ട് വീട്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അവിടെ വരുമ്പോൾ അവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു 15 റുപ്പീസ് വെച്ച് ഓരോ പെട്ടിമേൽ കൊടുക്കും. അതോടുകൂടി പിന്നെ ബില്ല് നമ്മുടെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കാണിച്ചു കൊടുക്കുന്നതാണെന്ന് പറയും. എന്നുവെച്ചാൽ അവർ തരേണ്ട ബില്ല് ഞാൻ അടിച്ചേക്കാമെന്ന്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് ഇത് കൊണ്ട് വിറ്റാലും ഒന്നും, എന്നിട്ടും വലിയ കാശൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലം നമുക്കുണ്ടായിരുന്നു. ലേഡീസ് ബാഗുകൾ, അപ്പോൾ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഇനിയൊരു കാര്യം എന്താ വെച്ചാൽ, എപ്പോഴും ആളുകളായിട്ട് സമ്പർക്കമുള്ള ഒരു എന്താ പറയുക ബിസിനസ്സോ അതൊക്കെയാണ് എൻ്റെ ഇഷ്ടം. ഇന്നിപ്പോൾ വേറെ ആളോട് സംസാരിച്ചു, അതിന് അടുത്ത ആൾ വന്ന് അയാളോട് സംസാരിച്ചു, അതെന്തോ അങ്ങനെയാണ്. ഞാൻ ഇരിഞ്ഞാലക്കുടി ഉള്ളപ്പോഴും ഈ കടയിൽ നിന്ന് കയറി ആ കടയിൽ പോകും, ആ കടയിൽ നിന്ന് കയറി ഈ കടയിൽ പോകും. അങ്ങനെ ആളുകളായിട്ടുള്ളൊരു സമ്പർക്കവും ഇതൊക്കെ എൻ്റെ താല്പര്യത്തിലുള്ളത് കാര്യമാണ്. അപ്പം ഞാൻ ഒരു തവണ ഇവിടുന്ന് ട്രെയിൻ കയറി. ആ ട്രെയിൻ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ബെർത്ത് ഫസ്റ്റ് ക്ലാസ് ഒന്നുമല്ല, ആ ബെർത്ത്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ കയറി വരുന്നതിനേക്കാളും മുമ്പ് തന്നെ ഈ തിരുവല്ല ചങ്ങനാശ്ശേരിയിൽ നിന്ന് അങ്ങോട്ട് ഒരാൾ കയറി ഇപ്പുറത്തിരിപ്പുണ്ട്. പല സ്റ്റേഷനിൽ നിന്നുള്ള ആൾക്കാർ കയറുക. അപ്പോൾ ഞാൻ ചിരിച്ചു, അയാൾ ചിരിച്ചു. ഞാൻ പറഞ്ഞു, എവിടെ പോവാ? ബോംബെ പോവാ. വെച്ചാൽ ബോംബെ ഒന്നൊരു കാര്യമില്ല എന്നുള്ളത് അയാൾ ബോംബെ പോവാന്ന് പറയുന്നതിൽ തന്നെ മനസ്സിലായി എനിക്ക്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു കുഴപ്പമുണ്ട് ചേട്ടന് എന്നുള്ളത്. അങ്ങനെ ഇദ്ദേഹം എന്നോട് ചോദിച്ചാൽ എന്താ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ബിസിനസ്സാണ്, അബ്ദുൾ റഹിമാൻ സ്ട്രീറ്റ്, സുധാർ ചാൽ, അവിടെ പോകണം. ഇയാളുടെ പേരെന്തോ പറഞ്ഞു, പേരൊന്നും മുഴുവൻ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അയാൾ സംസാരിച്ചു. അങ്ങനെ ഒരു രാത്രി കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2-3 പെൺകുട്ടികൾ എവിടുന്ന് ടിക്കറ്റ് ഇതൊന്നും ഓക്കെ അല്ലാത്ത കാരണം കൊണ്ട് കുറച്ച് നേരം വൈകി കഴിഞ്ഞതിന് ശേഷം ഒരു രാത്രി കഴിഞ്ഞിട്ടല്ലേ ഇവിടെ വന്ന് നമ്മുടെ ഫ്രണ്ടിൽ വന്ന് ഇരുന്നു. അപ്പോൾ അതുവരെ കണ്ട ഇദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പ്രസരിപ്പ് കണ്ടു ഞാൻ. കാരണം എനിക്ക് ഇങ്ങനത്തെ പ്രസരിപ്പ് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, ഞാനും ഇതിൻ്റെ ഒരാളാണല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, എവിടെ നിന്നാണ്? അപ്പോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്, ഞാൻ കോട്ടയത്ത് നിന്ന്. അപ്പോൾ എവിടെ ഡൽഹിക്ക് പോവാണ്, അവിടെ നഴ്സിംഗ് ഇതിനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സംസാരിച്ചു. അപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരിയിലാണല്ലോ, ചങ്ങനാശ്ശേരിയിൽ എവിടെ? പിന്നെ ഇയാൾ അങ്ങോട്ട് ഏറ്റെടുത്തത് ഇത്. ആ ഏറ്റെടുത്തതിന് എനിക്കിഷ്ടമായില്ല. കാരണം ഏറ്റെടുക്കാൻ ഞാനില്ല ഇവിടെ. പിന്നെ അതിനിടയിൽ വേറൊരാളുടെ ആവശ്യം എന്താ ഉള്ളത്? ഇതൊക്കെയാണ് ഇതിലുള്ള ലാഭം എന്ന് പറയുന്നത് പോലെ ഇവരോടൊക്കെ വർത്തമാനം പറയുക. ഇപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും തീവണ്ടിക്കകത്ത് ഞങ്ങൾ 3 പേര് അപ്പുറത്തുണ്ടായിരുന്നു, 3 പേര് ഇപ്പുറത്തുണ്ടായിരുന്നു. ഒരാൾ ചങ്ങനാശ്ശേരി, ഒരാൾ കോട്ടയം, ഒരാൾ തിരുവനന്തപുരം. പെണ്ണുങ്ങളുടെ കാര്യം പറയില്ല, കാരണം എന്തിനു വെറുതെ ആലീസിനെ വിഷമിപ്പിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അപ്പോൾ ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുത്തം വന്നു,
അപ്പം ഞാനിങ്ങനെ നോക്കി അവനെ നോക്കിയപ്പോൾ ഗണപതി ഇന്നസെൻറ്റ്. അതെ, ഞാൻ സിനിമയൊന്നും ഇല്ല കേട്ടോ എനിക്ക്. അപ്പം എനിക്ക് നല്ല ഇവനെ ഓർമ്മ വന്നു. അപ്പം ഞാൻ ചോദിച്ചു, നീ എവിടെയാണ്? പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇതിലെന്തിലോ, അന്ന് ഇതൊന്നും വന്നിട്ടില്ല നമ്മുടെ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഇപ്പോഴത്തെ വലിയ ഏർപ്പാടുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏതോ കമ്പനിയിൽ ജോലിയാണ്, ഇപ്പോൾ ഞാൻ അവിടേക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞു. എന്നോട് ജാൻസി അവിടേക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞു അവിടെ. അപ്പോൾ എനിക്ക് ഇവനെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏത് ചോദ്യം, ഏത് സയൻസോ ഹിന്ദിയോ മറ്റതോ ഏതാണെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അപ്പം പറയുക സ്കൂളിൽ വെച്ചിട്ട്. ഇവൻ കാരണം കൊണ്ട് അടി എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ഇവൻ പറയും, ഈ ഗണപതിക്ക് പഠിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ? അവൻ്റെ അപ്പം വേറെ, അത് മാഷ്ക്കറിയില്ല, മനസ്സിലായോ? അപ്പം ഞാനിങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ അവൻ്റെ ആ പഴയ ഓർമ്മകളൊക്കെ എനിക്ക് വന്നു ഗണപതിയുടെ. എന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെയാക്കിയത്, ഒരു തവണ ഇൻ്റർവെല്ലിന് മുന്നേ ഞാൻ പിടിച്ചു. മോനെ പഠിച്ചോ, ജയിച്ചോ, ഫസ്റ്റ് ക്ലാസ് മേടിച്ചോ, നീ ഡോക്ടറായിക്കോ എൻജിനീയറായിക്കോ, പക്ഷേ ആദ്യം എഴുന്നേറ്റ് ഉത്തരം പറഞ്ഞാൽ വീട്ടിച്ചിട്ട് നിൻ്റെ പണി ഞാൻ കഴിക്കും എന്ന് പറഞ്ഞു. നിനക്ക് എൻ്റെ സ്വഭാവം അറിയില്ലല്ലോ, നീ എൻ്റെ തമാശയല്ലേ കേട്ടുള്ളൂ, ഇടി കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാനും KP ജോസും കൂടി പിടിച്ചേ. കാരണം ഇവൻ കാരണം കൊണ്ട് KP ജോസും ഞാനും ടിയോപ്പോളും എഴുതി വയ്യാണ്ട ഇമ്പോസിഷനും കാര്യങ്ങൾ, ഡൽഹൌസി പ്രഭുവിൻ്റെ പരിഷ്കാരങ്ങൾ, മറ്റേത് വോൾട്ടയർ മോണ്ടോസ്കോ. പെട്ടെന്ന് ഇവൻ ഈ സാധനങ്ങൾ പറയണമെന്ന് എനിക്കറിയില്ല. ഇംഗ്ലീഷ് പോയട്രി എടുത്ത വഴിക്ക് പഠിക്കുന്നത്, എഴുതിയ ആൾക്കും ഒരു ഓർമ്മ കിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, വള്ളത്തോൾ വരെ അയാളുടെ പദ്യം കല്ലോല എല്ലാം കളിക്കുന്ന കണ്ടു കമലമണി നിറമുടയ കമലകമന്ത്, അത് അയാളോട് ചോദിച്ചാൽ ആൾക്കറിയില്ല, അത് ഇവനറിയാം. അങ്ങനെ ഒരുത്തിനാണ് ഗണപതി. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു, ഞാനും പോളും KP ജോസും, എന്താ വേണ്ടേ, നമുക്ക് നമ്മുടെ പഴയ സാധനം എടുക്കാം, മതി പിടിച്ച് ഇൻ്റർവെല്ലിന് പിടിച്ചു. മൂത്രം യൂറിൻ പാസ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ വഴിക്ക് പിടിച്ചു ഇങ്ങനെ ഷർട്ടും, ആ മൂത്രപ്പരയിൽ വെച്ചിട്ട് കൊന്നുകളയും. ഇതിനകത്ത് ചിലപ്പോൾ ഒരു ബോഡി ചിലപ്പോൾ അനാഥമായിട്ട് കിടന്നു വരും. ഞാൻ അതിനെന്താ ചെയ്ത്, ഇവനറിയാം ഞങ്ങൾ കുഴപ്പക്കാരാണെന്നുള്ളത്. ഒരാളും ഞങ്ങൾ തല്ലിയിട്ടില്ല കേട്ടോ അതുവരെ. ഒരാളവിടെ നിന്നിട്ട് എന്താടാന്ന് ചോദിച്ചാൽ ഞങ്ങൾ 3 പേരും പോകുന്നതിന് മുമ്പ് ഞാൻ പോകും, ഞാൻ എൻ്റെ വീട്ടിലെത്തും. അവർ രണ്ടുപേരും ഇത്തിരി ധൈര്യമുള്ളവരാ. മേലിൽ പറയരുത്, അത് ദോഷം ഞങ്ങൾക്കാണ്. ഇവൻ ഇപ്പോൾ ഈ ട്രെയിനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുക്ക പറഞ്ഞു, ഇന്നസെൻ്റ്, ഞാൻ പറഞ്ഞു ഇങ്ങനെ ചില ബിസിനസ്സും ഇതൊക്കെയാണ്. അപ്പം ഞാൻ ജാൻസിയിൽ അവിടെ ഒരു ഇതുണ്ട്, അവിടെ വലിയ ഒരു എന്തോ പ്രൊഡക്ഷൻ ഉണ്ട്, ആ പ്രൊഡക്ഷൻ ഇറ്റാലിയൻ എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മാനേജറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ മാനേജറാണ് പറഞ്ഞു, അതിലൊരു സെക്ഷൻ മാനേജർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് TT വന്ന് കയറി, കൊണ്ടാപുരം എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. TT വന്നിട്ട് ടിക്കറ്റ്. അപ്പോൾ ഈ പെൺപിള്ളേരുടെ അടുത്ത് വന്ന് ടിക്കറ്റ്, അപ്പോൾ എൻ്റെ അടുത്ത് ടിക്കറ്റ് എന്ന് പറഞ്ഞു. ഞാൻ ടിക്കറ്റ് ഇങ്ങനെ നോക്കി, പോക്കറ്റിൽ നോക്കി, ടിക്കറ്റ് പെട്ടെന്ന് കാണാനില്ല. ഞാൻ ഇവിടെ നോക്കി ഇവിടെ ഇത് നോക്കിയപ്പോൾ TT അപ്പുറത്തെ ആളുടെ അടുത്ത് ടിക്കറ്റ്. അപ്പം മറ്റേ വേറൊരുത്താണ്, ഞാൻ പറഞ്ഞില്ല, ഒരുത്തൻ ചങ്ങനാശ്ശേരി അവിടെ നിന്ന് കയറി കൊടുത്ത് അവൻ്റെ ടിക്കറ്റ് പോയി. അത് കഴിഞ്ഞ് പിന്നെ ടിക്കറ്റ്, അപ്പോഴേക്കും എനിക്ക് ടിക്കറ്റ് കിട്ടി. അപ്പോൾ എൻ്റെ ടിക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ടിക്കറ്റ് ഈ ഗണേശൻ അവനോട് ചോദിച്ചു ടിക്കറ്റ്. അപ്പോൾ ഈ ഗണേശനും അപ്പോൾ അവൻ്റെയും ടിക്കറ്റ് കാണാനില്ല. വേഗം എടുക്കുമെന്ന് പറഞ്ഞു അയാൾ തമിഴിലാണ് പറഞ്ഞതെന്ന്. അങ്ങനെ ഇയാൾ തിരിച്ചു വന്നപ്പോഴേക്കും ഞാൻ ടിക്കറ്റ് എന്താ സാർ സോറി ടിക്കറ്റ്, അപ്പോൾ അയാളുടെ ടിക്കറ്റ്. അപ്പോൾ ഈ ഗണേശനും ടിക്കറ്റ് മിലായ ജി ടിക്കറ്റ്. എന്താ സംഭവം എന്നറിയോ, ഇവന് അമ്മ മൂത്രപ്പരയിൽ വെച്ച് ഇടിച്ച് കൊല്ലുന്നവരുണ്ട്. ആദ്യം പറയുക, ഉത്തരം ആദ്യം ചെയ്താൽ പിന്നെ നിൻ്റെ അത് ഇവന് ഓർമ്മ വന്നു. ഇവനോട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ എൻ്റെ ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് അവനോട് ചോദിച്ചത്. ആ വഴിക്ക് അവൻ ടിക്കറ്റ് എടുത്ത് കൊടുത്താൽ ഇവനറിയാം, ആ ഇടി അവന് ഓർമ്മ വന്നു, അന്നത്തെ ഇടി വരുന്നുള്ളത്. ഞാൻ എന്നിട്ട് ഇവൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അയാളുടെ ടിക്കറ്റ് റെഡി ചെയ്തിട്ട് കൊടുത്തവർക്ക് ഞാൻ ഗണപതിയുടെ കൈമ അങ്ങനെ പിടിച്ചിട്ടു, എല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു,
എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ട്, എനിക്കും ജീവിച്ചു പോകണ്ടേ എന്നാണ് പറഞ്ഞത്.